ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവും കേരളവും. ചരിത്രം. രചന P.A. വാരിയർ. ശബ്ദം നൽകുന്നത് റാണി ലക്ഷ്മി രാഘവൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിൽ. എങ്ങനെയെന്നറിയില്ല, എന്തുകൊണ്ട് എന്നും അറിയില്ല. നമ്മുടെയെല്ലാം സങ്കല്പത്തിലുള്ള കേരളം കന്യാകുമാരി മുതൽ ഗോകർണം വരെയാണ്. എങ്ങനെയോ തലമുറകളായി കേരളമെന്ന പേർ കേൾക്കുമ്പോൾ തന്നെ ഈ വീതി കുറഞ്ഞ നീണ്ട തീരദേശത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഉയർന്നുവരുന്നു. ആ ചിത്രം ഇന്നും വർണ്ണോജ്വലമായി തന്നെ നിലനിൽക്കുന്നു. മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഐതിഹ്യങ്ങളെയും കേട്ടുകേൾവികളെയും അതിദുർലഭമായ ചരിത്രരേഖകളെയും അവലംബിച്ച് പദ്യത്തിൽ കേരള ചരിത്രം രചിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വസ്തുനിർദ്ദേശം നിർവഹിച്ചിരിക്കുന്നത് കാണാം. കന്യാകുമാരിക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുവടക്ക് നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. മഹാകവി വള്ളത്തോളിന്റെ മാതൃവന്ദനത്തിലും ഇതേ കേരള സങ്കല്പമാണ് മാറ്റൊലിക്കൊള്ളുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായ്ച്ചും സ്വച്ഛാബ്ധിമണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതാണോ യഥാർത്ഥത്തിൽ കേരളം? ഇതു കേവലം സങ്കല്പമല്ലേ? ഗോകർണത്തെയും കന്യാകുമാരിയെയും ഉൾക്കൊള്ളുന്ന വ്യക്തമായ അതിരുകളുള്ള ഒരു ഒറ്റ ഭരണ യൂണിറ്റായി, ഒരു സ്വതന്ത്ര ഭൂവിഭാഗമായി കേരളം ഏതെങ്കിലും കാലത്ത് നിലനിന്നിരുന്നുവെന്ന കാര്യം വളരെ സംശയമാണ്. പടിഞ്ഞാറ് അപ്രമേയ സുവിസ്താര ഗാംഭീര്യമായ അറബിക്കടൽക്കരയെ കീഴടക്കാൻ അലമാലകളുടെ ആക്രമണം അഴിച്ചുവിടുന്നു. കര കീഴടങ്ങാതെ നിൽക്കുവാൻ ശ്രമിക്കുന്നു. കാലവർഷത്തിന്റെ സൂചകമോ കാരണമോ ആയ ന്യൂനമർദ്ദത്തിന്റെ ഗതിക്കൊത്ത് കടലലകൾ താഴുകയും ഉയരുകയും ചെയ്യുന്നു, അടിച്ചു കയറുകയും പിന്മാറുകയും ചെയ്യുന്നു. ഏറെക്കുറെ മാറ്റമില്ലാതെ വ്യക്തമായ അതിർത്തി കുറിച്ചുകൊണ്ട് നിൽക്കുന്നത് അറബിക്കടൽ മാത്രമാണ്. തെക്ക് കന്യാകുമാരി ചരിത്രത്തിലെ ചില ഘട്ടങ്ങളിൽ കേരളത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ മറ്റു ചിലപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർവിഭജനം നടന്നപ്പോളാകട്ടെ ശാശ്വതമായ അടിസ്ഥാനത്തിൽ കന്യാകുമാരി മാത്രമല്ല, കുറേയേറെ ഇങ്ങോട്ട് വടക്കോട്ടുള്ള ഭാഗവും തമിഴ്നാടിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. വടക്ക് ഗോകർണവും പരിസര ഭൂഭാഗങ്ങളും കർണാടകത്തിന്റെ ഭാഗമായിട്ടാണ് അധികകാലവും നിലനിന്നു പോന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥാപിത ഭരണം നിലനിന്നിരുന്ന കാലത്തൊന്നും ഗോകർണം കേരളത്തിന്റെ ഭാഗമായി പുലർന്നിരുന്നുവെന്നു കരുതാൻ വയ്യ. കിഴക്ക് സഹ്യപർവ്വതത്തിന്റെ താഴ്വര പ്രദേശങ്ങളും കാടും മലയോരങ്ങളും പല കാലഘട്ടങ്ങളിലായി അങ്ങോട്ടുമിങ്ങോട്ടും കയറിയും മറിഞ്ഞുമാണ് കഴിഞ്ഞു പോന്നിട്ടുള്ളത്. കേരള സംസ്ഥാനം രൂപപ്പെടുന്നതുവരെ തിരുവിതാംകൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂഭാഗം തന്നെ കേരള ചക്രവർത്തിമാർ എന്ന് വിശേഷിക്കപ്പെടുന്ന കുലശേഖരന്മാരുടെ കാലത്തുപോലും വേണാട്, കായംകുളം, ചെമ്പകശ്ശേരി, ദേശിങ്ങനാട്, കൊട്ടാരക്കര, ഇളയിടത്ത് സ്വരൂപം, കിളിമാനൂർ, പന്തളം, ചങ്ങനാശ്ശേരി മുതലായി എത്രയോ ചെറിയ ഭൂഖണ്ഡങ്ങളായി പല പല ചെറുകിട നാടുവാഴികളുടെ കീഴിലായിരുന്നു. വേണാട്ടരജനായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ചെറുകിട രാജ്യങ്ങളെ കുറെയെല്ലാം കീഴൊതുക്കി തിരുവിതാംകൂർ എന്നൊരു രാജ്യം സ്ഥാപിച്ചത്. കേരള സംസ്ഥാനം ഉരുത്തിരിഞ്ഞു വരും വരെ മലബാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭൂവിഭാഗവും ഇതുപോലെ സാമൂതിരിപ്പാട്, വള്ളുവക്കോനാതിരി, കോലത്തിരി, പഴശ്ശി, കടത്തനാട്, വെട്ടം മുതലായി നിരവധി ചെറുകിട നാടുവാഴികളുടെ കീഴിൽ കഷണം കഷണമായി ചിന്നിച്ചിതറിക്കിടക്കുകയായിരുന്നു. പിന്നീടത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയായ ബ്രിട്ടീഷ് മലബാറായി. ഈ രണ്ടു പ്രദേശങ്ങളുടെ നടുക്ക് കൊച്ചി എന്നൊരു
Sample complete. Ready to continue?